ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ക്ഷേത്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. സനാതനധർമ്മം നേരിടുന്ന ഭീഷണിക്കെതിരെ ഒന്നിക്കാൻ യോഗി ആദിത്യനാഥ് ആഹ്വാനം ചെയ്തു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗ്ലാദേശിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച ഒരിക്കലും കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ചില കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ക്ഷേത്രങ്ങൾ തീയിടുക, നശിപ്പിക്കുക എന്ന് മാത്രമല്ല, അവിടുത്തെ ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുക അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ അപമാനിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. അപ്പോൾ കൃത്യമായി ഭാരതത്തിന്റെ അതിർത്തിയിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് സമയോചിതമായി തന്നെ യോഗി ആദിത്യനാഥിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ദേവിക, അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിനെതിരെ ഭാരതത്തിലെമ്പാടും വലിയ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഏറ്റവും ഒടുവിൽ ഈ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിൽ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയോധ്യയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് UP മുഖ്യമന്ത്രി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ദയനീയമായ അവസ്ഥയിലേക്ക് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ കൊണ്ടുവന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അയൽ രാജ്യത്ത് വലിയ കലാപം നടക്കുകയാണ്. ഹിന്ദു സഹോദരിമാരെ തെരഞ്ഞു പിടിച്ച് അവിടെ ആക്രമിക്കുന്നു. ക്ഷേത്രങ്ങളും ആശ്രമങ്ങളുമൊക്കെ വ്യാപകമായി തീയിടുകയാണ്. സനാതന ധർമ്മം വലിയ ഭീഷണിയാണ് അയൽ രാജ്യത്ത് നേരിടുന്നത്. അതിനാൽ സനാതന ധർമ്മത്തിനെതിരെയുള്ള ഇത്തരം ഭീഷണികൾക്കെതിരെ മുഴുവൻ സമൂഹവും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന ആഹ്വാനമാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ സ്വയംസേവക സംഘം RSSും ഈ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിൽ അടിയന്തര ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തണം എന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. RSSന്റെ മുൻ സർക്കാർ ഭയ്യാജി ജോഷിയാണ് ഇത്തരമൊരു പ്രതികരണം നാഗ്പൂരിൽ നടത്തിയത്. കാരണം ഭാരതമല്ലാതെ മറ്റൊരു രാജ്യവും ഈ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ ഇടപെടില്ല. അതിനാൽ ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ഹിന്ദു രാഷ്ട്രമായ ഭാരതം മാത്രമേ ഉള്ളൂ എന്ന പ്രതികരണമാണ് ഭയ്യാജി ജോഷി നടത്തിയത്. ഒപ്പം വിശ്വ ഹിന്ദു പരിഷത്തും ഈ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. എന്തായാലും ബംഗ്ലാദേശിലെ ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയാണ്. ദേവിക. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.